യഹിയ നബി പറഞ്ഞിരുന്നത് എന്തായിരുന്നു? യഹിയ നബി പറഞ്ഞിരുന്നത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടാണ് പറഞ്ഞിരുന്നത്. എന്താ പറഞ്ഞിരുന്നത്? അഷ്ഹദു അന്നക അബ്ദുല്ലാഹ് വറസൂലു, അഷ്ഹദു അന്നക അബ്ദുല്ലാഹി വറസൂലു. ഇതായിരുന്നു പറഞ്ഞിരുന്നത്. അഷ്ഹദു അന്നക അബ്ദുല്ലാഹി വറസൂലുഹു എന്നായിരുന്നു യഹിയ നബി പറഞ്ഞിരുന്നത്. ഇന്ന് മൂന്നാമത് സംസാരിച്ച പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാം തങ്ങളായിരുന്നു. എന്തായിരുന്നു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിരുന്നത്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തായിരുന്നു പറഞ്ഞിരുന്നത്? മാഷാ അല്ലാഹ് ഉത്തരം വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കൂടുതൽ നിർത്തണ്ടല്ലോ, ടൈം ഔട്ട്. ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ്, എനിക്ക് അള്ളാഹു കിതാബ് നൽകപ്പെട്ടിരിക്കുന്നു. അതെ, എന്താ പറയുക? കാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബു വജഅലനി നബിയൻ വജഅലനി മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ ബിർറൻ ബിവാലിദൈ വലം യജഅൽനി ജബ്ബാറൻ ഷഖിയ വസ്സലാമു അലയ്യ യൗമ ഉലിതു യൗമ അമൂതു വയൗമ അബഅസു ഹയ്യ. യൗമ ഉബഅസു ഹയ്യ എന്ന വാക്കായിരുന്നു സലാം പാമ്പുരുത്തി പറഞ്ഞത്. പൂർണ്ണമല്ലെങ്കിലും ഏറെക്കുറെ ശരിയാണ്. ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ്, എനിക്ക് കിതാബ് നൽകപ്പെട്ടിരിക്കുന്നു, എന്നോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, സലാത്ത് കൊണ്ട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അതേപോലെ മാതാപിതാക്കൾ ഗുണം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തുടങ്ങുന്ന. അതെ, ഈസാ നബി കുറെ സംസാരിച്ചിട്ടുണ്ട്. കാരണം സംസാരിക്കാനുള്ള കാരണമുണ്ട്. മറിയം ബീവിയെ ആൾക്കാരെന്ത് വന്നിട്ട് പറഞ്ഞില്ലേ, ലഖദ് ജിഇതി ശൈഅൻ ഫരിയ എന്ന് പറഞ്ഞില്ലേ. മറിയം ബീവിയെ എന്തായത് ഒരു വേശ്യാവൃത്തി ചെയ്യുന്ന പെണ്ണായി ചിത്രീകരിച്ച ഒരു അവസരമായിരുന്നു അത്. ബഹുമാനപ്പെട്ട മറിയം ബീവി സംസാരിക്കാതെ എന്തായി തൊട്ടിലേക്ക് ചൂണ്ടിയപ്പോ ഈസാ നബി പറഞ്ഞതാണ്. ഇനി നാലാമത് സംസാരിച്ച പ്രവാചകൻ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. മഹാനവറുകൾ സംസാരിച്ചത് എന്തായിരുന്നു? ഞാൻ പറയാം, അത് നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് അടിക്കാം. ഈസാ നബി അലൈഹിസ്സലാം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിച്ചത് എന്താണ്? ഈ ബഗവി ഇമാം പറയുന്നുണ്ട്, ഈ കിതാബ് ബഗവി ഇമാം പറയുന്നതാണ് ഈ വിഷയം. കേട്ടോളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലൽ ഹംദു അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ എന്നായിരുന്നു സംസാരിച്ചിരുന്നത്. അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ലെന്നും അവൻക്ക് യാതൊരു പങ്കുകാര്യമില്ലെന്നും അവൻക്കാണ് എല്ലാ അധികാരങ്ങളും, അവൻക്കാണ് എല്ലാ സ്തുതികളും എന്ന് തുടങ്ങുന്ന ആശയം ഉൾക്കൊള്ളുന്ന ഇതായിരുന്നു ബഹുമാനപ്പെട്ടത് പറഞ്ഞത്. ഇനിയുമുണ്ട് തൊട്ടയിൽ സംസാരിച്ച ആളുകൾ. അത് നമുക്ക് പിന്നോട് ദിവസം പറയാം ഇൻഷാ അല്ലാഹ്. ഇനി ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സുബൈർക്ക എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മൈക്കിലോട്ട് വരണം, അല്ലെങ്കിൽ ഷഹീദ്ക്ക ഒരു